ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകണം ജെൻസിനൊക്കെ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ സിമ്പിളായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് കാണിച്ചു തരാണ്. അതേവേണ്ടി ഞാനൊരു 60+ സൺസ്ക്രീനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫേസിൽ നല്ലപോലെ അപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഫേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഫേസിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഇതെനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. ഞാൻ സെൽഫായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്ന കാരണം കൂടെ ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫിംഗർ യൂസ് ചെയ്ത് നന്നായിട്ട് അപ്പ് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ചെവിയുടെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് ടോണായിട്ട് നിൽക്കൂട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട്, കോമ്പാക്ട് പൗഡർ ഒരുപാടൊന്നും യൂസ് ചെയ്യണം, ജസ്റ്റ് ആ ഓയിൽ കണ്ടൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാനാണ് യൂസ് ചെയ്തത്. എനിക്ക് കുറച്ച് ഓയിലുള്ളത്, എനിക്ക് കുറച്ച് ഫേസിൻ്റെ ഗ്ലോ ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് അടുത്ത ടാസ്ക് കേട്ടോ. ജെൻസിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഡിന് ഗ്രോത്ത് കുറവ്, അതുപോലെ തന്നെ ഉള്ളതിന് ചിലപ്പോൾ വൈറ്റ് ഹെയർ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ബീഡ്, അതായത് താടി എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കട്ടെ. നിങ്ങൾക്ക് കംഫർട്ടായി ഏതെങ്കിലും ഒരു മസ്കാര വാങ്ങിക്കും. അതായത് വാങ്ങിക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, വാട്ടർ പ്രൂഫിൻ്റെ നല്ലൊരു മസ്കാര വാങ്ങിച്ചാൽ മതി. കാരണം വെച്ചാൽ വിയർപ്പൊന്നും വരുന്ന സമയത്ത് ഇതുപോലെ ഒലിച്ചിറങ്ങാൻ പാടില്ല. അപ്പോൾ നല്ലൊരു വാട്ടർ പ്രൂഫിൻ്റെ മസ്കാര ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് കുറവിനും അതുപോലെ വൈറ്റ് ഹെയർ കവർ ചെയ്യാനൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളാണ് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ മസ്കാര എടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലപോലെ തുറന്നൊന്ന് ആ മസ്കാരയുടെ ബ്രഷിനകത്തുള്ളതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറക്കണം കേട്ടോ. എന്നിട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗ്രോത്ത് കൂടിയ ഭാഗത്തോണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മളിത് കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്കാര ബ്രഷ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ഈ മസ്കാര കോമ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മസ്കാര ബ്രഷിനകത്തുള്ള കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള മസ്കാര ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രോത്ത് കുറഞ്ഞ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കോമ്പ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് വേണം കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് മുകളിലോട്ട് കോമ്പ് ചെയ്യുമ്പോഴുള്ള നമുക്ക് നല്ലപോലെ ഗ്രോത്ത് ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ വൈറ്റ് ഹെയർ വരുന്ന ഭാഗത്ത് ഇതുപോലെ മുകളിലോട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലുള്ള വൈറ്റ് ഹെയറിനെ മൊത്തം കവർ ചെയ്തത് ബ്ലാക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് കൂടിയ ഭാഗത്ത് ആദ്യം ഇതുപോലെ കവർ ചെയ്യുക. പിന്നെ അതിന് ശേഷമുള്ള അവസാന ഭാഗങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മീശയിലോട്ടൊക്കെ കിടന്നാൽ മതി കേട്ടോ. മീശയൊക്കെ നല്ലപോലെ കവർ ചെയ്യണം. കവർ ചെയ്യാന്ന് വെച്ചാൽ ഗ്രോത്ത് കുറവുള്ള ഭാഗങ്ങളിൽ മാത്രം നമ്മൾ മുകളിലോട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് മെല്ലെ ഒന്ന് വലിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഫൈനലി നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി എവിടെയെങ്കിലും ഗ്രോത്ത് വേണമെങ്കിൽ അവിടേക്ക് നമുക്ക് ഇതുപോലെ ഗ്രോത്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എവിടെയൊക്കെ കറുപ്പിക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെ കൂട്ടണം കുറക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് എൻ്റെ താടി സെറ്റിങ്ങും ബീഡ് സെറ്റിങ്ങും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫൈനലി ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ടോ. മിക്കവാറും ലിപ്സ്റ്റിക്ക് എടുക്കുമ്പോൾ എൻ്റെ പൊങ്കാല ഇടാൻ വേണ്ടി വരും. ആണുങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടും. ആണുങ്ങൾ ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരു കുഴപ്പമില്ല. ഇതൊരു ന്യൂഡ് കളറാട്ടോ. അതായത് എനിക്ക് കംഫർട്ടാണ്. ഞാൻ എപ്പോഴും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ആട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ടോണിന് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ വീണ്ടും പൊങ്കാലോട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എൻ്റെ ഫേസ് മൊത്തം ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ബ്രൈറ്റ്നെസ് കുറക്കാൻ വേണ്ടി ഞാനിത് ഈ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് വെച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത്. സാധാരണ യൂഷ്വലി ഇത്ര ഇടാറൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു എന്താ പറയുക ടോൺ മൊത്തം മാറിക്കിട്ടും. പിന്നെ നോസിൻ്റെ എൻഡിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നോസിൻ്റെ എൻഡിൽ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഒരാൾ കാണുമ്പോൾ അയാൾക്ക് നമ്മുടെ സ്കിൻ ടോൺ ഇത് തന്നെയാണെന്ന് വിചാരിക്കും. കാരണം ചിലപ്പോൾ ഉണ്ടോ മേക്കപ്പ് ഒന്ന് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന കേൾ ക്രീമാണ്. എൻ്റെ ഹെയർ കേളായതുകൊണ്ട് ഞാൻ ഒരു 3-4 വർഷമായിട്ട് ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടും തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഹെയർ ഫാൾസ് ഒന്നുമില്ല. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ പേരൊന്നും കാണിക്കുന്നില്ല, ഒരു പരസ്യം നല്ല, എന്നാൽ ജസ്റ്റ് ആർക്കെല്ലാം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ സ്പ്രേ ഒക്കെ അടിച്ച് എൻ്റെ ഹെയർ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴുണ്ടോ നമ്മൾ മേക്കപ്പ് അപ്പ് ചെയ്തതും ഒക്കെ നമ്മളെ ഫേസിൽ നന്നായിട്ട് ഒബ്സർവ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ടോ ജെൻസിനൊക്കെ ഒരു ഫംഗ്ഷൻ പോകാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോളൂ. ഇതുപോലെ ട്രെയിൻ ചെയ്തോളൂ കേട്ടോ.